ഏട്ടാ നമുക്ക് FD ഇട്ടാ പോരെ, എന്തിനാ ഈ SIP ഇടുന്നത്? SIP ശരിക്കും റിസ്ക് ഉള്ള കാര്യമല്ലേ? FD ആകുമ്പോ നമുക്ക് എന്തായാലും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പൊ 8 ആണെങ്കിൽ 8 തന്നെ കിട്ടും. അപ്പൊ നമ്മള് ഏത് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നമുക്ക് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാം. FD ഇടോ, എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ. അത് രാജ്യവും സംസ്ഥാനവും ദേശവും ഒക്കെ കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഗ്രോത്തും കണക്കുകൂട്ടുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്നൊരു വ്യക്തി FD ഇടുകയാണ്. ഇന്നത്തെ കേരളത്തിലെ FDന്റെ നിരക്ക് എന്ന് പറയുന്നത് 6.5% മുതൽ 7.5% വരെയാണ്. കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ പോയാൽ ചിലപ്പോൾ 8% വരെ കിട്ടേക്കാം. ഓക്കെ, കേരളത്തിന്റെ ഇൻഫ്ലേഷൻ ഡാറ്റ ഈ ജസ്റ്റ് 3 മാസം മുമ്പേ പുറത്തു വന്നിരുന്നു. 3 മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ അത് പറയുന്നത് 9.2% ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഇതുമായിട്ട് ബന്ധം? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാല് പണപ്പെരുപ്പ് എന്ന അർത്ഥം. അതായത് നമ്മൾ ഈ വർഷം വാങ്ങിക്കുന്ന സാധനം അതേ ക്വാളിറ്റിയിൽ അടുത്ത വർഷം വാങ്ങിക്കണമെങ്കിൽ എത്ര ശതമാനം പൈസ കൊടുക്കണം. അതായത് ഇന്ന് നമ്മൾ 1000 രൂപക്ക് ഇന്ന് വാങ്ങിച്ച സാധനം അടുത്ത വർഷം വാങ്ങിക്കണമെങ്കിൽ 1090 രൂപ കൊടുക്കണം. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും 8% മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടും, നാളെ അതേ കിട്ടും. എപ്പോഴും അസ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ അല്ല, ഇന്ന് നിങ്ങൾ FD ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 6% കിട്ടി. ഇൻഫ്ലേഷൻ 9% ആണെങ്കിൽ നിങ്ങളുടെ പൈസ 2% അല്ല 3% ഡീഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചെലവ് കൂടിയില്ലേ, നമ്മളെ പർച്ചേസിംഗ് പവർ കുറയല്ലേ ചെയ്യുന്നത്. SIP ആണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് കഴിഞ്ഞ 40 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡന്റ് അടക്കം 17.3% കഴിഞ്ഞ 40 വർഷത്തെ സെൻസെക്സിന്റെ ആവറേജ് റിട്ടേൺസ് 17.2%. അതായത് FDനെക്കാട്ടി ഓൾമോസ്റ്റ് 2.5 ഇരട്ടി. അപ്പൊ നിങ്ങളെ എളുപ്പത്തിൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാം. പക്ഷെ അപ്പൊ SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസ്ക് ഉള്ള കാര്യമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. പൈസ ഇല്ലാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ പൈസക്ക് മൂല്യമില്ലാതിരിക്കുക, എനിക്ക് പർച്ചേസിംഗ് പവർ ഇല്ലാതിരിക്കുക, അല്ലെ? ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു സാധനം വാങ്ങിക്കാൻ പോയി. നിങ്ങൾ വിചാരിച്ചു 1000 രൂപക്ക് കിട്ടും, പക്ഷെ അതിന്റെ വില 2000 ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക്. നിങ്ങൾ സിംപ്ലി ഒരു സാധനത്തിന്റെ അല്ല, ഒരു മെഡിക്കൽ കേസ് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയുടെ അഡ്മിഷന്റെ കാര്യം ആലോചിച്ച് നോക്കുക. എന്ത് ചെയ്യും? അതിനൊന്നും പ്രതിവിധി ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ പൈസ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ അവസ്ഥയാണ് എല്ലാവർക്കും വരിക. ഇതിന്റെ ഏറ്റവും ദീർഘകാലത്തെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒരു 10 വർഷത്തേക്ക് FD ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ എല്ലാ വർഷവും 3% വെച്ച് ഡീഗ്രോ ആയിക്കൊണ്ടിരിക്കും. അതായത് ഇന്ന് നിങ്ങൾക്കില്ല പർച്ചേസിംഗ് പവർ, അടുത്ത 10 വർഷത്തില് അതുപോലും ഉണ്ടാകില്ല. അതായത് ഓൾമോസ്റ്റ് 10 വർഷം കൊണ്ട് 30% പോയില്ലേ? 30% നിങ്ങളെ പർച്ചേസിംഗ് പവർ ചുരുങ്ങും. പർച്ചേസിംഗ് പവർ എന്നൊക്കെ പറഞ്ഞാൽ കോമൺ പീപ്പിളിന് മനസ്സിലാവില്ല. കുറച്ചും കൂടെ എല്ലാവർക്കും ഇത് പറയാൻ പറ്റുമോ? പർച്ചേസിംഗ് പവർ ഒന്നുമില്ല, നിങ്ങളുടെ വാങ്ങിക്കേണ്ട ശക്തി. അതായത് നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. 10,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ മാസം നിങ്ങളുടെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാ ചെലവും കഴിയും. ഇതേ 10,000 രൂപ നിങ്ങൾ FDയിലാണ് ഇടുന്നത്. ഓക്കെ, FDയിൽ അത് 6% 7% വളരുകയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് ഇൻഫ്ലേഷൻ 9% ആണെങ്കിൽ 30% നിങ്ങളുടെ പൈസ ഡീഗ്രോ ആയി. അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് ഈ 10,000 രൂപ അത് മാറിയിട്ടുണ്ടാവും. അതൊരു 20,000 രൂപ 30,000 രൂപ ആയിട്ടുണ്ടാവും. പക്ഷെ ആ 30,000 രൂപയ്ക്ക് ഇന്ന് 10,000ത്തിന്റെ ചെലവ് വഹിക്കേണ്ട ശക്തി ഉണ്ടാവില്ല. നിങ്ങൾ ചെലവ് ചുരുക്കേണ്ടി വരും 10 വർഷം കഴിഞ്ഞാൽ. ഇന്നത്തെ 30,000 രൂപക്ക് 10 വർഷം കഴിയുമ്പോൾ 10,000 രൂപയുടെ വില ഉണ്ടാവും. അത്രേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ SIP ഇടുമ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഇടേണ്ടി വരില്ലേ? നമുക്ക് വിചാരിക്കുമ്പോൾ എടുക്കാൻ പറ്റുമോ? വിത്ഡ്രോ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കും. അത് അപ്പൊ നമുക്ക് നഷ്ടമല്ലേ വരുന്നത്? നോക്കൂ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് SIP, എന്തിനാണ് SIP. അത് ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനാണ് SIP മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻസ്ട്രുമെന്റ്സിൽ ഇടുന്നത്. മനസ്സിലായോ? ഇതിനെക്കാട്ടിയും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ പറയൂ, അതിലേക്കിടാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ വിൽക്കാൻ പറ്റില്ല.
എത്ര ലാഭം കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഡിമോണിറ്റൈസേഷൻ ശേഷം സ്ഥലത്തിന്റെ വിലക്ക് ഇൻക്രീസ് ചെയ്യില്ല. ആർക്കും വിൽക്കാനും പറ്റുന്നില്ല, ആരും വാങ്ങിക്കുന്നുമില്ല, നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചില പോക്കറ്റുകളുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ നല്ല റേറ്റ് ഉണ്ട്, പിന്നെ മുംബൈയിൽ നല്ല റേറ്റ് ഉണ്ട്, ഡൽഹി NCR നല്ല റേറ്റ് ഉണ്ട്. അവിടെ എല്ലാം പോക്കറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് പിന്നെ 100 കോടിക്കൊക്കെ സ്ഥലം വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റില്ല. സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റില്ല. അവിടെയാണ് സാധാരണക്കാരന് പോലെ വെറും 2000 രൂപ കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന SIP-യുടെ പ്രാധാന്യം. SIP ജനറേറ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. അറിയാലോ, മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പൊ റിലയൻസ് ഉണ്ടാവും, ടാറ്റ ഉണ്ടാവും, ബിർള ഉണ്ടാവും, ഗോദ്രേജ് ഉണ്ടാവും. ഈ കമ്പനികളുടെ ഒരു ഗ്രൂപ്പാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. കമ്പനികളിൽ നമ്മൾ ഒരു SIP ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനീന്റെ ഒരു ഉടമയായി മാറുകയാണ്, ഷെയർ ഹോൾഡറായി മാറുകയാണ്. കമ്പനി എന്തൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുവോ, അതിന്റെ ലാഭവിഹിതം കൊടുക്കുവോ, അതിന്റെ ഡിവിഡൻഡ് കൊടുക്കുകയോ, അതിന്റെ ഗ്രോത്ത് കൊടുക്കുകയോ എല്ലാം ഈ SIP-യുടെ ഷെയർസിനും ബാധകമാണ്, അത് നിങ്ങൾക്കും ബാധകമാണ്. അതായത് ചുരുക്കം പറഞ്ഞ ഏവറേജ് ലെവൽ കമ്പനി 20% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നിങ്ങളെ SIP-ക്ക് ഒരു 18% പ്രോഫിറ്റ് കിട്ടും. ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കമ്പനി ടാക്സ് കൊടുക്കണല്ലോ, കോർപ്പറേറ്റ് ടാക്സ്, അത് കഴിഞ്ഞിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ലാഭമായില്ലേ? അത് ലോങ് ടേമിലേക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുക. കാരണം എന്താ, നേരത്തെ ഇൻഫ്ലേഷൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പൈസ 3% ഡീഗ്രോ ചെയ്യുമ്പോൾ ഇത് ഇൻഫ്ലേഷന്റെ എഗെയിൻസ്റ്റ് ഇരട്ടിയോളം ഗ്രോ ആ ചെയ്യുക. അപ്പൊ അത് കോമ്പൗണ്ടിങ് ബേസിൽ 10 വർഷം കൊണ്ട് 90% ഗ്രോത്ത് മാറും. അപ്പൊ നിങ്ങളുടെ പർച്ചേസിംഗ് പവർ നേരെ ഇരട്ടിയായി. പണ്ട് അൾട്ടോ കാർ ഉപയോഗിച്ച് നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അത് നേരെ അൾട്ടോന്റെ റേഞ്ച് മാറി നിങ്ങൾക്കൊരു SUV വാങ്ങിക്കാൻ പറ്റും. അതാണ് നമ്മുടെ പിന്നെ കാലാന്തരമായി വരുന്ന മാറ്റങ്ങൾ.